ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലമൊക്കെ ആരംഭിച്ചു, നമുക്കറിയാം. കാലവർഷം തുടങ്ങി. അപ്പോൾ ഏലകർഷകരെല്ലാം തങ്ങളുടെ പണികളെല്ലാം ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ഏറ്റവും മുഖ്യമായിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കുന്ന സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുകൽ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിന് പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഷെയ്ഡ് കൂടുതലാണെങ്കിൽ അഴുകൽ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈർപ്പം കണ്ടവാനും അവൻ്റെ ചുവട്ടിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ട സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ ഷെയ്ഡ് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏലത്തോട്ടത്തിൽ ഷെയ്ഡ് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അറിയാൻ കഴിയും എത്രത്തോളം ഷെയ്ഡ് നമുക്ക് ആവശ്യമാണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതിന് സഹായിക്കുന്നൊരു മീറ്റർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് ഒരു 3-in-1 മീറ്ററാണ് കേട്ടോ. ഇതുണ്ടോ. അപ്പോൾ ഇതിൽ 2-3 ഫിഗറുണ്ട്. മോയ്സ്ചർ എത്രത്തോളം ഉണ്ട്, അടുത്തത് ഇവിടെ സെൻറ്ററിൽ കാണുന്ന ലൈറ്റ് എത്രത്തോളം ഉണ്ട്, പിന്നെ ഉള്ളത് pH. ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് pH എത്രയാണെന്ന് നമുക്കറിയാൻ പറ്റും. പിന്നെ സെൻറ്ററിൽ ഇപ്പോൾ കിടക്കുന്നത് ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിൻ്റെ അളവ് എത്രത്തോളം വേണമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് റെഡിലാണ് കിടക്കുന്നത്. ഇപ്പോൾ റെഡിൽ കിടക്കാൻ കാരണം വെച്ചാൽ ലൈറ്റ് കുറവാണെന്നർത്ഥം. അതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഞാനൊരു ഷെയ്ഡിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കറിയാം. അത് മുകളിലേക്ക് നോക്കി ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ കൊക്കോയുടെയൊക്കെ ഷെയ്ഡുണ്ട്, ഈ മരത്തിൻ്റെയൊക്കെ ഷെയ്ഡിങ് നിൽക്കുന്നുണ്ട്, എൻ്റെ കീഴിൽ നിൽക്കുന്നുണ്ടാണ് അങ്ങനെ സംഭവിച്ചു. ഒന്ന്. രണ്ടാമത്തെ ഘടകം, ഇത് ഇപ്പം മൂടി കിട്ടിയ അന്തരീക്ഷമാണ്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഇപ്പോൾ കറക്റ്റായിട്ടങ്ങ് സെൻസ് ചെയ്യുന്നില്ല, അത് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴല്ല നമ്മൾ നോക്കേണ്ടത്. സാമാന്യം തെളിഞ്ഞൊരു അന്തരീക്ഷമുള്ള സമയത്ത് ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കറക്റ്റായിട്ടുള്ളൊരു ഫിഗർ കിട്ടും. അപ്പോൾ ഏതായാലും ഇപ്പോൾ കാണിക്കുന്ന റെഡാണ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇച്ചിരിയുടെ ആവശ്യമാണ്, ഷെയ്ഡ് ഇച്ചിരി വെട്ടിക്കളയേണ്ടതുണ്ട് എന്നത് കാണിക്കുന്നത്. അപ്പോൾ ഞാനിത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടേ, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഡാർക്കായിട്ടുള്ള സ്ഥലത്തേക്ക് പോയി ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ ഈ മീറ്റർ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. ഇതുണ്ടോ, ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടോ, ഇപ്പോൾ അത് കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകുന്നു. ഉണ്ടോ, തീരെ റെഡിലേക്ക് വന്നു. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കാണ്. ഞാൻ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ട്. ഈ കരിയിലേക്ക് ഇടയ്ക്ക് വെച്ച് നിങ്ങളെ കാണിച്ചാണ്. ഇനി നമ്മൾ ഇച്ചിരി ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് വരിക, അതായത് ഇച്ചിരി തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ആ ഫിഗർ മാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല വെളിച്ചമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം കണ്ടോ, മുകളിൽ ഭാഗം കണ്ടോ, വെളിച്ചമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലൈറ്റ് എത്രത്തോളം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ട്. അപ്പം ലൈറ്റ് മാറ്റം വന്നു. നമ്മൾ മുമ്പേ കണ്ടപ്പം ആ റെഡ് അതിന് തുടക്കത്തിലായിരുന്നു, ഉണ്ടോ. ഇപ്പോൾ റെഡ് അതിൻ്റെ അവസാനത്തിലേക്ക് വന്നു, ഉണ്ടോ. അപ്പോൾ 4 മുതൽ 7 വരെയാണ് നമുക്ക് ഷെയ്ഡ് വേണ്ടത്. ഇത് കാണിച്ചിട്ടുണ്ട്, മീറ്റർ കാണിച്ചിട്ടുണ്ട്. 4 മുതൽ 7 വരെയുള്ള കാണിച്ചിട്ടുണ്ട്. അത് ആ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്നു. അപ്പം ഇത് ശരിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല ഒരു തെളിഞ്ഞ അന്തരീക്ഷമുള്ള സമയത്ത്, മഴക്കാലമാണെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ തെളിഞ്ഞ അന്തരീക്ഷം ഉണ്ടാവില്ല, ആ സമയത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൃത്യതയോടെയുള്ള ഫിഗർ കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പം നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് അല്ലേ, ഓപ്പൺ എയർ. പക്ഷേ കാർമേഘത്തിൻ്റെ തെളിച്ചക്കുറവ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഷെയ്ഡൊന്നും ഇവിടെ ഇല്ല. ഓപ്പൺ എയറിയാണ്, ഉണ്ടോ. ഇത് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഈ മീറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു അയ്യേ, ഉണ്ടോ. ഇവിടെ ലൈറ്റ് ആവശ്യത്തിനുണ്ടെന്ന് കാണിച്ചിരിക്കുന്നത്. 4 മുതൽ 7 വരെയാണ് നമുക്ക് ലൈറ്റ് വേണ്ടത്. ഇതിപ്പോൾ 4-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ വരേണ്ടതാണ്. കാരണം ഇത് തികച്ചും ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് ഇത് ഏറ്റവും ഇങ്ങേറ്റത്തേക്ക് വരേണ്ടതാണ്. പക്ഷേ എന്നാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാർമേഘം കയറി മൂടിക്കിടക്കുന്നതുകൊണ്ട് ഉണ്ടോ, ശരിയായിട്ടൊരിടത്ത് ലൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു മീറ്റർ ഉള്ളത് കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ തോട്ടത്തിലെ ഷെയ്ഡിൻ്റെ അളവ് അറിയാൻ തക്കണം സഹായപ്രദമാണ്. പിന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്നാന്ന് വെച്ചാൽ ഷെയ്ഡ് ക്രമീകരിച്ചില്ലെങ്കിൽ ചീച്ചിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് ആവശ്യത്തിന് സസ്യങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ, വിശേഷിച്ച് ഇലച്ചെടികൾ കിട്ടിയില്ലെങ്കിൽ അതിന് ചിമ്പിടിക്കത്തില്ല. ഒരു കാര്യം അതാണ്. നമ്മൾ എത്ര നന്നായിട്ട് വളം ചെയ്യുന്നു വെച്ചാൽ ചിമ്പിടി കുറവായിരിക്കും. രണ്ടാമത്തെ സംഗതി ചെടിക്ക് കരുത്തുണ്ടാകില്ല. കാരണം ഈ ചെടികളിൽ അതിൻ്റെ ആഹാരം പാകം ചെയ്യുന്നത് ഇലകളിലൂടെയാണല്ലോ. അപ്പോൾ ഇലയിൽ ആവശ്യത്തിന് വെളിച്ചം ലഭിക്കണം, എങ്കിൽ മാത്രമേ അതിന് ആവശ്യത്തിനുള്ള അന്നജം ഉൽപ്പാദിപ്പിക്കാൻ തന്നെ കഴിയുള്ളൂ. അപ്പോൾ അതിലൂടെ മാത്രമേ ചെടി ആരോഗ്യമായിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഷെയ്ഡ് ക്രമീകരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ക്രമീകരിക്കുക. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള മെഷീനൊന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതുണ്ട്. അപ്പോൾ വർഷങ്ങളോട് അനുഭവപരിചയമുള്ള കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഷെയ്ഡിൻ്റെ അളവ് അവർക്ക് ഏകദേശം കാണുമ്പോൾ അറിയാം. ആ അളവിൽ അവർ അത് ക്രമീകരിക്കുന്നതാണ്. ഏതായാലും ഷെയ്ഡ് ക്രമീകരിക്കുന്നത് ആരോഗ്യമുള്ള ഇലച്ചെടികൾക്ക്
ഏറ്റവും അധികമായിട്ട് സംഭാവന ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷെയ്ഡ് ആദ്യമേ തന്നെ ക്രമീകരിക്കുക, ആവശ്യത്തിന് വെട്ടി റെഡിയാക്കുക.